ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഡൈവേർട്ടർ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് മിക്സർ ടാപ്പിനും പകരമായിട്ട് ഒറ്റ ലിവർ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഡൈവേർട്ടർ തന്നെ 3-4 ടൈപ്പ് വരുന്നുണ്ട്. ഹൈ ഫ്ലോ വരുന്നുണ്ട്, ലോ ഫ്ലോ വരുന്നുണ്ട്. ഇത് നമ്മൾ ഹൈ ഫ്ലോ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഡൈവേർട്ടർ സിസ്റ്റം കാണിച്ചു തരാം. 4 സെറ്റപ്പാണ് വരുന്നത്. 4 സ്ഥലത്തേക്കുള്ള ഔട്ട്ലെറ്റും ഇൻലെറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പച്ചവെള്ളം കണക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം കണക്ട് ചെയ്യുന്നു. ഏറ്റവും താഴെയാണ് സ്പൗട്ട് വരുന്നത്. സ്പൗട്ട് എന്ന് ഉദ്ദേശിച്ച് ഒറ്റ ടാപ്പാണ് വരുന്നത്. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. മുകളിലേക്ക് വരുന്നത് ഷവറിൻ്റെ ഓപ്ഷൻ. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. 4 സൈഡിലേക്കുമായിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. ഇതിപ്പോൾ നോർമൽ ലെവലിലുള്ള ഡൈവേർട്ടറാണ് വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, അത്രയും ഓവറായിട്ട് താഴ്ത്തണം നിർബന്ധമില്ല. ഇത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മോഡലായിട്ട് വരുന്ന ഡൈവേർട്ടറാണ് വരുന്നത്. കണ്ടോ, നമ്മൾ ഇത്രയും അകത്തേക്ക് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം അത് കൺസീൽ ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അകത്തേക്ക് പോകാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് പുറത്തേക്ക് വരാനും പാടില്ല. അതിന് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് കാര്യങ്ങൾ അവർ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ടറിൽ വരുന്ന കേസാണ് ഈ കാണുന്നത്. അതായത് പരിക്കും കാര്യങ്ങളൊന്നും പിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കേസാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ടൈൽ ഫിനിഷിങ്ങിന് മിനിമം മാക്സിമം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടൈൽ ഫിനിഷിംഗ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം വരുന്ന അവസാനത്തെ സ്റ്റേജ് എങ്ങനെയാണോ ആ സ്റ്റേജിലായിരിക്കണം അതിൻ്റെ മെഷർമെൻറ്റ് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്, ഒരു ഐഡിയ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹാക്സ് ബ്ലേഡ്. ഈ ഹാക്സ് ബ്ലേഡാണ് സാധാരണ ഒരു ടൈലിൻ്റെ കനവും അതിൻ്റെ പരിക്കനും കൂടി സാധാരണ വരാറ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ വെച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും അകത്തേക്ക് മൊത്തം ബാത്റൂമിൻ്റെ നമ്മുടെ ഡൈവേർട്ടർ കാര്യങ്ങൾ അകത്തേക്ക് വച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് നോക്കണം. അതായത് ടൈലിൻ്റെ കനം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററാണ് വരാറ് സാധാരണ, ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ. അത് 4 സൈഡിലേക്കും ഇതുപോലെ വെച്ച് നമ്മൾ നോക്കണം. കൺസീൽ ചെയ്തിട്ട് വച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന മിനിമം മാക്സിമം എന്ന് പറയുന്ന ആ ഒരു ആരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ്, അതായത് ഇതിൻ്റെ മുകളിലിടുന്ന പ്ലേറ്റ് അതിൻ്റെ അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ലിവർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്ലേറ്റുമ്പോൾ ചെന്നിട്ട് ഔട്ടറിൽ വരുന്ന പ്ലേറ്റുമ്പോൾ ചെന്നിട്ട് ഈ പറയുന്ന ലിവർ തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പുഷ് ചെയ്യുന്ന ഷവറിൻ്റെ പുഷ് ചെയ്യുന്ന ബട്ടൺ, ആ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന പ്ലേറ്റിൽ ഒന്ന് തട്ടി നിൽക്കും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അത്രയും തട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഷവർ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ വൃത്തികേടാവുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡൈവേർട്ടർ വെക്കാനായിട്ട്. ഡൈവേർട്ടർ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബ്ലേഡ് കനം, അതായത് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന 2 സെൻറ്റിമീറ്ററാണ് മാക്സിമം ഇട്ടാൽ മതി. അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററിന് 2 സെൻറ്റിമീറ്റർ ഇടയ്ക്കാണ് നമുക്ക് അതിൻ്റെ ഔട്ടറിൽ ആ പറയുന്ന ഫിനിഷിംഗ് ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബ്ലേഡ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ചരിച്ച് വെച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഇന്നർ പാർട്ട് വരുന്നത്. അതായത് ഈ CP ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് വരുന്നത്. ഇത് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നത് ഷവറിൻ്റെ ഓപ്ഷൻ്റെ പുഷ് ബട്ടണും താഴെ കാണുന്നത് നമ്മുടെ മിക്സറിൻ്റെ വരുന്ന ലിവറുമാണ് വരുന്നത്. ഇത് നമ്മൾ CP ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കേസ് കൊടുത്തിരിക്കുന്നത്, അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വന്നാൽ കൂടിയും ഫ്രണ്ടിൽ നിന്നും, അതായത് നമ്മുടെ ടൈലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ച് കൊടുക്കുന്ന പ്ലേറ്റ് നമുക്ക് മാറ്റിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്പിൻഡിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനീനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ ഒരു പൊതുവേ കംപ്ലയിൻറ്റ് സാധാരണ മിക്സഡ് ടാപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കംപ്ലയിൻറ്റ് കുറവുള്ള മോഡലാണ് ഡൈവേർട്ടർ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്നും അതിൻ്റെ ലെവൽ എങ്ങനെയാണെന്നും എന്തൊക്കെ ലെവലിൽ കൂടുതലോ കുറവോ സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time